ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിപ്പിൾ എൻട്രി അക്കാദമി. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഒരു ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻസ് ടാലി പ്രൈമിൽ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് കമ്പനി ക്രിയേഷൻ. ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളായ നെയിം, അഡ്രസ്, ഫിനാൻഷ്യൽ ഇയർ ഇതെല്ലാം കൊടുത്ത് നമുക്ക് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്താലേ അതിൽ തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങും ടാക്സ് ആക്ഷൻ, പേറോൾ തുടങ്ങിയവ നമുക്കതിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് രണ്ട് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഓൾട്ട് കെ എന്ന് കീബോർഡിൽ നിന്ന് കീ കോമ്പിനേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ കെ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തപ്പോൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നു അല്ലെ. ആ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് കിട്ടി. അതിലെ കമ്പനി ഡാറ്റ പാത്ത് എന്നുള്ള ഫസ്റ്റത്തെ ഓപ്ഷൻ കാണാം. ഈ കമ്പനി ഡാറ്റ പാത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി നമുക്ക് ഏത് ലൊക്കേഷനിൽ വേണം സേവ് ചെയ്യേണ്ടത്, നമ്മളിവിടെ തയ്യാറാക്കുന്ന ഡാറ്റകളെല്ലാം ഏത് ലൊക്കേഷനിലാണ്, കമ്പ്യൂട്ടറിന്റെ ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളതാണ് കമ്പനി ഡാറ്റ പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ഫ്രം ഡ്രൈവ് സെലക്ട് ചെയ്യാണ്. അതിൽ സി ഡ്രൈവിൽ നിന്നും ഞാനിവിടെ ആദ്യം ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്താലേ അതെവിടെ വരും, നമ്മുടെ കമ്പനി ഡാറ്റ പാത്തിൽ വരും. അപ്പൊ ഈ ഫോൾഡറിലാണ് ഞാനിവിടെ ചെയ്യുന്ന എല്ലാ ഡാറ്റകളും സേവ് ചെയ്യുന്നത്. ഇവിടെ ആയിരിക്കും ടാലിയിൽ ചെയ്യുന്ന എല്ലാ ഡാറ്റകളും സേവ് ചെയ്യുന്നത്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എല്ലാ ഡാറ്റകളും സേവ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഈ കമ്പനി ഡാറ്റ പാത്തിലായിരിക്കും. അടുത്ത് ഞാൻ ഒരു കമ്പനിയുടെ നെയിം അടിക്കുകയാണ്. അശ്വതി മെഡിക്കൽ സർജിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഞാനിപ്പോൾ ഇവിടെ കമ്പനിയുടെ നെയിം അടിച്ചു കൊടുത്തു. കമ്പനിയുടെ നെയിം അടിച്ചു കൊടുത്താലേ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള മെയിലിംഗ് നെയിം വരുന്നതാണ്. നമുക്കിനി മെയിലിംഗ് നെയിമിൽ വേറെ വല്ല ഓപ്ഷൻ, വേറെ വ്യത്യസ്തമായിട്ടുള്ള വല്ല പേരുകളും എൻട്രി നെയിംസ് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം എൻട്രി അടിക്കുക. നമ്മുടെ സ്റ്റേറ്റ് കേരള എന്നുള്ളത്, കേരള എന്നാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം പിൻകോഡ് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കമ്പനിയുടെ ടെലിഫോൺ നമ്പർ, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഫാക്സ്, വെബ്സൈറ്റ്, മെയിൽ ID ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം, അതുപോലെ തന്നെ ബുക്സ് ബിഗിനിങ് ഫ്രം. ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ ഒരു സാമ്പത്തിക വർഷം, അതായത് നമ്മളൊരു കമ്പനി സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ്, അതായത് ഒരു കമ്പനി നമ്മളിവിടെ, അതായത് നമ്മളിവിടെ കൊടുക്കുന്നത്, അതായത് അടുത്ത രണ്ട് ഓപ്ഷനാണ്. അതായത് ഇതിൽ വരുന്ന ഒരു കമ്പനി ക്രിയേഷനിലെ അടുത്ത രണ്ട് ഓപ്ഷൻസ് ആണ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത രണ്ട് ഓപ്ഷൻസ് ആണ് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രമും അതുപോലെ തന്നെ ബുക്സ് ബിഗിനിങ് ഫ്രമും. ഇതിലെ ഒരു, അതായത് നമ്മളിവിടെ കൊടുത്ത കൺട്രിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം ഇവിടെ വരുന്നത്, അതായത് സാമ്പത്തിക വർഷം. ഓക്കെ, ഇതിൽ ഇപ്പോൾ അതായത് നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ സെറ്റ് ചെയ്യുന്നത് എപ്പോഴും 1 ഏപ്രിൽ തുടങ്ങിയിട്ട് ഇവിടെ നമ്മുടെ മാർച്ച് 1 അവസാനിക്കുന്നത്, അതായത് അടുത്ത വർഷം, അതായത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നോക്കാം 1 ഏപ്രിൽ 2024 തുടങ്ങിയിട്ട് എന്ന് അവസാനിക്കുന്നതായിരിക്കാം 31 മാർച്ച് അടുത്ത വർഷം 2025 അവസാനിക്കുന്നതായിരിക്കാം. ഇനി അടുത്തതാണ് എന്ത്, ബുക്സ് ബിഗിനിങ് ഫ്രം.
ബുക്സ് ബിഗിനിങ് ഫ്രം എന്താണ് ഫിനാൻഷ്യൽ ഇയർ കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരും ബുക്സ് ബിഗിനിങ് ഫ്രം വരുന്നതായിരിക്കും. ബുക്സ് ബിഗിനിങ് ഫ്രമിൽ വരുന്നത് അതായത് നമ്മളിപ്പോ ബിസിനസ് എന്ന് സ്റ്റാർട്ട് ചെയ്തു April 1 ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിലെ എന്ത് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ആരംഭിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഓഗസ്റ്റിലായിരിക്കാം. അപ്പൊ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം അതാണ് ഇതിൽ വരുന്നത് ബുക്സ് ബിഗിനിങ് ഫ്രം. അപ്പൊ നമുക്ക് അവിടെ വേണമെങ്കിൽ ഓഗസ്റ്റ് മാസം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ബേസ് കറൻസി സിംബലും ഫോർമൽ നെയിമും. നമ്മൾ കൊടുത്തിരിക്കുന്ന കൺട്രി അടിസ്ഥാനമാക്കി വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഇത് ബേസ് കറൻസി സിംബലും അതുപോലെ തന്നെ ഫോർമൽ നെയിമും. നമുക്കത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. ഇനി നമ്മളൊരു കമ്പനി ക്രിയേഷനുമായി ബന്ധപ്പെട്ട് കുറെ ഫീച്ചേഴ്സ് ഇതിൽ കാണാം. ഇത് നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യാം യെസ് ആക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് യെസ് ആക്കി കൊടുക്കാം. ഇവിടെ ഇപ്പൊ GST ഞാൻ എന്ത് കൊടുത്തു യെസ് എന്ന ഓപ്ഷൻ കൊടുത്തു. ഇതിൽ GSTക്ക് വേണ്ട ഡീറ്റെയിൽസ് കൊടുത്തു. പിന്നെ ഇതാ ഞാൻ ഇവിടെ GSTയുടെ രജിസ്റ്റർ നമ്പർ പിൻ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. പിന്നെയുള്ള ഓപ്ഷൻസ് നമുക്ക് അത് TDS വരുന്നുണ്ട്, അതുപോലെ TCS, പിന്നെ പേറോള്. നമുക്ക് ആവശ്യാനുസരണം എന്ത് കൊടുക്കാം അവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്താൽ ഇവിടെ കാണാം നമുക്കത് കണ്ടില്ലേ കമ്പനി ക്രിയേറ്റ് ചെയ്തു. കറണ്ട് പീരീഡ് കറണ്ട് ഡേറ്റ് കണ്ടില്ലേ നമ്മൾ ആ ട്രാൻസാക്ഷൻ നടന്ന ദിവസമാണത് പറയുന്നത് കണ്ടില്ലേ. അങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മളൊരു ക്രിയേറ്റ് ചെയ്ത കമ്പനി അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിയിലെ വല്ല തെറ്റുകൾ തിരുത്താൻ നമുക്ക് നല്ല ഡാറ്റാസ് ആഡ് ചെയ്യുന്നതിനായിട്ട് ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ എവിടെ പോയിട്ടാണ് K എന്നുള്ള ഓപ്ഷനിലോ അല്ലെങ്കിൽ F3 എന്ന ഓപ്ഷനിലോ പോയിട്ട് നമുക്ക് ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ കമ്പനിയുടെ നെയിം വരും. ആ കമ്പനി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കമ്പനിയിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തിരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്കത് എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യാം സേവ് ചെയ്യാം. ഇനി നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത കമ്പനീനെ നമുക്ക് എന്ത് ചെയ്യണം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ഓൾട്ടറിൽ വന്നിട്ട് Alt D എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് യെസ് എന്ന് കൊടുത്താലേ എന്ത് ചെയ്യാം നമുക്ക് ക്രിയേറ്റ് ചെയ്ത കമ്പനി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ക്ലോസ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അടുത്ത ഓപ്ഷനാണ് സെലക്ട് കമ്പനി. അതായത് നമ്മൾ ഈ ടാലിയിലുള്ള ഏതെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കമ്പനി നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ അതിലുള്ള കമ്പനികളിലെ നമുക്ക് വേണ്ട കമ്പനി നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഇനി അടുത്ത ഓപ്ഷനാണ് ഷട്ട് എന്നുള്ള ഓപ്ഷൻ. ഷട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതായത് നിലവിലെ ഏത് കമ്പനിയാണോ അവിടെ ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നത് അതിലെ എല്ലാ ട്രാൻസാക്ഷനും ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറൊരു കമ്പനി ഓപ്പൺ ചെയ്തതിനാണ് ഷട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ ഷട്ട് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമുക്ക് എൻ്റർ അടിച്ചാല് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരുമ്പോൾ അതിൽ Y എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും അപ്പൊ അങ്ങനെ അവിടെയുള്ള ആ കമ്പനി ഷട്ട് ആവുകയും നമുക്ക് നമ്മുടെ കമ്പനി തുറന്ന് പ്രവർത്തിക്കാനും സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കണ്ടത്. അതായത് എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേഷൻ എങ്ങനെയാണ് അതായത് ഇവിടെ കമ്പനി എന്നതിൽ വന്നിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ Alt K എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്കൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഈ ക്രിയേറ്റ് ചെയ്ത കമ്പനി ലെവലത്തെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ എടുക്കാം, സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷട്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കമ്പനി ക്ലോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ പറഞ്ഞത്.